എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സോറോ അവൻ പെട്ടുകിടക്കുന്ന ആ ഒരു ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. അവിടെ സോറോയ്ക്ക് കൂട്ടായി ആ പെറോണ വില്ലത്തിയുണ്ട്. ഇപ്പൊ സോറോയ്ക്ക് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ 3 സ്ക്വാഡും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ ആ സ്ക്വാഡുമായിട്ടായിരിക്കും ഉഷാറായിട്ട് മുൻപോട്ടേക്ക് പോവാ. അവന്റെ തൊട്ടു പിന്നാലെ ആ പെറോണ വില്ലത്തി അവൾ അവനെ വിടാതെ ഫോളോ ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് പെറോണ അവളാണെങ്കിൽ സോറോയുടെ 3 സ്ക്വാഡുകൾ അത് 3ഉം അവര് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്ന ആ ഒരു റൂമിൽ തന്നെ ഒളിപ്പിച്ചു വെക്കും. അവൻ 2 ദിവസമായി ആ ഒരു സ്ക്വാഡിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. സ്ക്വാഡുകൾക്ക് വേണ്ടി ആ മാങ്ഷൻ മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ചെക്കൻ അവന് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇതുവരെ അവനത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പെറോണ ആണെങ്കിൽ അവൻ ഒരുപാട് ഹിന്റൊക്കെ കൊടുക്കും. പക്ഷെ എന്നിട്ടും നമ്മുടെ ആൾക്കാണെങ്കിൽ ഒരു പിടിയും കെട്ടില്ല. അവൻ പറയും ഇത് മാനിപ്പുലേഷൻ ആണ്, നീ എന്നെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവളിപ്പോ തലയ്ക്ക് കൈ കൊടുക്കും. ആക്ച്വലി അപ്സ്റ്റെയറിലേക്ക് കയറി കഴിഞ്ഞാൽ നിനക്ക് ട്രീറ്റ്മെന്റ് തന്ന മുറിയിലേക്കാണ് എല്ലാ വഴികളും വിരൽ ചൂണ്ടുന്നത്. പക്ഷെ നിനക്ക് മാത്രം അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവളും സഹായിയായി അവനെ നോക്കി നിൽക്കും. അവനാണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് അവളെ കുറ്റപ്പെടുത്തും. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഞാനിപ്പോ ഈ അവസ്ഥയിലായത്. നീ കറക്റ്റ് ആയിട്ട് ഇനിയെങ്കിലും എന്റെ സ്ക്വാഡ് എവിടെയാന്ന് പറഞ്ഞതാ. അതിനവള് പറയും നീ വിട്ടുകൊടുക്കാൻ പാടില്ല. നിന്റെ ഉള്ളില് ഒരു ധീരനായ പോരാളിയുണ്ട്, നിനക്ക് പലതും ചെയ്യാൻ കഴിയുന്നു പറഞ്ഞ് അവളും ഇപ്പൊ എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയും. അതിനുശേഷം അവള് തന്നെ ആ സ്ക്വാഡെല്ലാം എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. അവള് പറയും ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. ഈ സ്ക്വാഡ് നിനക്ക് തന്നാലും നീ പ്രത്യേകിച്ച് എന്നെ ഒന്നും ചെയ്യില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഭയങ്കര ക്യൂട്ടാണ്. എന്റെ ബോഡിയും എന്റെ ഫേസും ഒന്നും ഹേർട്ടാക്കാൻ ആർക്കും തോന്നില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അങ്ങനെ സ്റ്റൈലായിട്ട് പോസ് ചെയ്യും. അവളുടെ റിയൽ പ്ലാന് അത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും സോറോയെ ഇംപ്രസ് ചെയ്ത് അവളുടെ ഒരു സ്ലേവ് പോലെ ആക്കുക. അതിനുശേഷം അവന്റെ സഹായത്താൽ ഇവിടുന്ന് രക്ഷപ്പെടുക. അവളത് ചിന്തിച്ച് ഇപ്പൊ അവനെ നോക്കുമ്പോഴേക്കും സോറോ ആണെങ്കിൽ ചുമരിൽ വലിയൊരു ദ്വാരമൊക്കെ ഉണ്ടാക്കി 1/2 കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിഞ്ഞു. അവളിപ്പോ സോറോയുടെ പേര് വിളിച്ച് അവന്റെ പിന്നാലെ പോവും. സോറോ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഉഷാറായിട്ട് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ അവളും. അങ്ങനെ ആ ഒരു ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി നമ്മുടെ സോറോ അവൻ അവസാനമായിട്ട് എത്തുക. അവൻ ഏത് കാസ്റ്റിൽ നിന്ന് ട്രാവൽ തുടങ്ങിയോ അതേ കാസ്റ്റിന്റെ മുൻപിൽ തന്നെ. പെറോണയ്ക്കാണെങ്കിൽ ഓൾറെഡി നമ്മുടെ സോറോയ്ക്ക് വഴി തെറ്റുന്ന ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ തന്നെ അവന് വേണ്ടി കാത്തു നിന്നു. ഉടനെ പെറോണ ആണെങ്കിൽ ഇപ്പൊ അവനെ കൺവിൻസ് ചെയ്യും. അതിനുശേഷം അവളിപ്പോ അവനെയും കൂട്ടി അവരുടെ യാത്ര അത് വീണ്ടും തുടരും. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അവൾ ഒട്ടും വിശ്വാസമില്ല. അവൾ എവിടേക്കോ പോവും, സോറയാണെങ്കിൽ വേറെ എവിടേക്കോ പോവും. പക്ഷെ അവൾ സോറയെ വിടാതെ അവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വീണ്ടും വീണ്ടും അവളുടെ കൂടെ തന്നെ കൂട്ടാണ്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും സോറയെ അവളുടെ ട്രാവലിംഗ് പാർട്ട്ണർ ആക്കണം. അവൾ പറയുന്നതെല്ലാം കേട്ട് ഒരടിമയെ പോലെ നിൽക്കുന്ന ഒരാളാക്കി മാറ്റണം എന്നതാണ് അവളുടെ ആഗ്രഹം. അങ്ങനെ അവർ തർക്കിച്ചും അടികൂടിയും ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോവും. അപ്പൊ ലോങ് ഷോട്ടിലായി ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം അതിപ്പോ അവരങ്ങനെ ഫോളോ ചെയ്തു വരും. കുറച്ച് മുൻപോട്ടേക്ക് പോകുമ്പോ ഒരു മരം അതങ്ങനെ കടപുഴകി വീഴാണ്. പെറോണ കരുതും അവരെ പോലെ തന്നെ ആരോ അവിടെ പെട്ടുപോയിട്ടുണ്ടെന്ന്. അവരാണ് അവിടേക്ക് വരുന്നതെന്ന് കരുതി അവളിപ്പോ അവർക്ക് ചുറ്റും നോക്കാനായിട്ട് തുടങ്ങും. പെറോണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, എനിക്ക് പുതിയൊരു അടിമയെ കിട്ടി, ഇനി ഇവന്റെ ആവശ്യമില്ല, ഇവൻ വെറും മണ്ടനാണ്. അവൾ സോറയെ കുറെ ചീത്തയൊക്കെ പറഞ്ഞ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോവും. അവിടെ എത്തുമ്പോഴാണ് അവിടെ ആരുമില്ല, ഒരു മരം അത് കടപുഴകി വീണതാണെന്ന് അവൾ മനസ്സിലാക്കുക. അങ്ങനെ വീണ്ടും വേറെ വഴിയില്ലാതെ അവൾ സോറോയുടെ പിന്നാലെ കടൽ തീരത്തേക്ക് പോകും. അപ്പൊ സോറോ ദൂരത്തായിട്ട് ഒരു കല്ലറ കാണും. അവൻ അവിടേക്ക് വന്ന് ചെക്ക് ചെയ്യും. ആ കല്ലറയുടെ മുൻപിലായിട്ട് മരം കൊണ്ട് വലിയൊരു കുരിശൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതുണ്ടാക്കിയവര് നിസ്സാരക്കാരല്ല, നല്ല പവറും സ്കിൽഡും ആയിട്ടുള്ള ആൾക്കാരാണ് ഇതുണ്ടാക്കിയതെന്ന് സോറോയ്ക്ക് പിടികിട്ടും അവിടെ ആരോ ഉണ്ടെന്ന്. അടുത്ത സെക്കൻഡ് എന്തോ ഒരു സാധനം അങ്ങനെ ചാടി വന്ന് ചോറയുടെ മുഖത്ത് ഇപ്പോ ഒരു സ്ക്രാച്ച് ഇടും. ചോര തുളുമ്പി സോറോ ചുറ്റും നോക്കും. അപ്പോ ഒരു ആക്സ് അവന്റെ നേരെ വരുന്നത് കാണും. അതിൽ നിന്ന് സോറോ അവൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ആ ബ്ലാക്ക് കളറിലുള്ള സാധനം അതിപ്പോ സോറോയെ അറഞ്ചം പൊറഞ്ചം അടിക്കുകയാണ്. അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സോറോ ദൂരേക്ക് വരും. ഉടനെ പെറോണ പെണ്ണ് അവളിപ്പോ അവറ്റകളെ ചൂണ്ടിക്കാണിക്കാണ്. ആ കാട് മുഴുവൻ അതുപോലുള്ള ഒരുപാട് ബ്ലാക്ക് കളറിലുള്ള മോൺസ്റ്റേഴ്സ്. അവറ്റകളാണെങ്കിൽ ഇപ്പൊ സോറയെ നോക്കി വലിയ ശബ്ദത്തിൽ അലറാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബ്രൂക്കിനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഏതോ ഒരു തകർന്ന് തരിപ്പണമായ ഐലാൻഡിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷെ ബ്രൂക്കിനാണെങ്കിൽ പ്രത്യേകിച്ച് പേടിയോ ടെൻഷനോ ഒന്നുമില്ല. അവൻ ഒരു സെക്കൻഡ് അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് ആലോചിക്കും.
അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ സേഫ് ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവൻ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങും. അവൻ ചുറ്റും നോക്കും. ആ അയലാൻഡ് മുഴുവൻ അങ്ങനെ തകർന്ന് തരിപ്പണായിട്ട് കിടക്കാണ്. മാത്രമല്ല അവിടെ എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്തായിട്ട് അവന് മനസ്സിലാവും. ഉടനെ അവിടെയുള്ള ജനങ്ങള് ഇപ്പൊ അവന് കഴിക്കാനായിട്ട് എന്തോ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. വാവ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഫുഡൊക്കെ കൊണ്ടുവന്നല്ലേ? താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ജട്ടിയുടെ കളറ് അതെന്താണെന്ന് ഇപ്പൊ ബ്രൂക്ക് ചോദിക്കും. അത് ചോദിക്കേണ്ട താമസം അവരെല്ലാവരും അവനെ തുണി പൊക്കി കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ച് ആ ഫുഡുമായിട്ട് നോ എന്ന് നിലവിളിച്ച് വീടിന്റെ അകത്തേക്ക് പോവും. അതിനുശേഷം ഒരാഴ്ചത്തെ ഫുഡ് അവൻ ഒറ്റയിരുപ്പിന് തിന്നു തീർത്ത് പുറത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ അവർക്ക് വേണ്ടി കഴിക്കാനായിട്ട് കഷ്ടപ്പെട്ട് മിച്ചം വെച്ച ഫുഡാണ് ഇപ്പൊ ബ്രൂക്ക് മുഴുവനായിട്ട് തിന്നു തീർത്തത്. ബ്രൂക്ക് പറയും, ഓക്കെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ പോകണം. അതിനാവശ്യമായിട്ടുള്ള ഒരു കപ്പല് അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറയും. അവർക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർ കഷ്ടപ്പെട്ടാണ് സെയ്ത്താനെ വിളിച്ചു വരുത്തിയത്. അവരുടെ ഒരു വലിയ കാര്യസാധ്യത്തിനായിട്ട് അതെങ്ങനെയെങ്കിലും നടത്തിയെടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ കാര്യമായിട്ട് പരസ്പരം ഡിസ്കസ് ചെയ്യും. അവരാണെങ്കിൽ വീണ്ടും ബ്രൂക്കിനെ സന്തോഷിപ്പിക്കാൻ അവന്റെ മുൻപിൽ ചെന്ന് തുണി പോക്കി കാണിക്കും. അതിനവൻ പറയും, അയ്യോ വേണ്ട, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇവിടുന്ന് തിരികെ പോകണം. എന്റെ ചില ഫ്രണ്ട്സ് അവിടെ എവിടേക്കോ ആയിട്ട് പെട്ട് കിടക്കുകയാണ്. അവരെ കണ്ടെത്തി എനിക്ക് അവരുടെ കൂടെ പോകണം. അതിനിപ്പോ എനിക്കൊരു കപ്പൽ ആവശ്യമാണ്. സോ എങ്ങനെയെങ്കിലും നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു കപ്പൽ എനിക്ക് അറേഞ്ച് ചെയ്ത് തരണം. അവർക്കാണെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടെന്നറിയില്ല. അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ ഗോഡ് അവിടെ നിൽക്കുന്നില്ല. അവരെല്ലാവരും ബ്രൂക്കിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകുന്നതിന് മുൻപ് ഞങ്ങളെല്ലാവരെയും കൊല്ലണമെന്ന് പറഞ്ഞ് ബ്രൂക്കിനോട് റിക്വസ്റ്റ് ചെയ്യും. ബ്രൂക്ക് ആണെങ്കിൽ ആകെ പെട്ട് നിൽക്കും. അവസാനം വേറെ വഴിയില്ലാതെ അവരുടെ പ്രശ്നം അതെന്താണെന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും അവർ പറയാ, ഒരു പ്രത്യേക ട്രൈബ് ടീം അവരിപ്പോ ഞങ്ങളുടെ ഐലാൻഡ് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവര് കാലങ്ങളായി ഞങ്ങളുടെ ഭക്ഷണം, സ്വത്ത്, പണം, എന്തിന് ജനങ്ങളെ പോലും ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോവാണ്. അവരുടെ ഈ ക്രൂരത അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ദൈവത്തിന്റെ സഹായം തേടി ഞങ്ങള് അങ്ങേ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് കഴിക്കാൻ വെച്ചിരിക്കുന്ന ഫുഡാണ് അങ്ങേക്ക് ഒരു നേരം കഴിക്കാൻ തന്നത്. അത് കുറവാണെന്നറിയാം, ഞങ്ങളോട് ക്ഷമിക്കണം. ബ്രൂക്കാണെങ്കിൽ ഈ കാര്യമൊക്കെ കേട്ട് ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് കാലമായി ഒരുപാട് മന്ത്രങ്ങളൊക്കെ പരീക്ഷിക്കുന്നു. അവസാനമാണ് ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അറിഞ്ഞ് അത് പരീക്ഷിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ ദൈവമായ നിങ്ങൾ ഇവിടേക്ക് എത്തിയത്. ബ്രൂക്കിനാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ എന്നൊന്നും അറിയില്ല. അവരാണെങ്കിൽ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ ബ്രൂക്കിന് മുൻപിൽ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ സത്യം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവരതൊന്നും മനസ്സിലാക്കില്ല എന്ന് ബ്രൂക്കിനറിയാം. അപ്പോഴായിരിക്കും പെണ്ണിന്റെ നിലവിളി കേൾക്കുക. ആ ട്രൈബൽ ടീം അവര് വീണ്ടും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ശബ്ദം കേട്ട് ബ്രൂക്കും അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് വരും. ആ ട്രൈബൽ ടീം അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ ഉപദ്രവിച്ച് ഒരു പെൺകുട്ടിയെ തൂക്കിയെടുത്ത് തിരികെ പോവാണ്. ബ്രൂക്ക് നിലവിളിച്ചു പറയും, നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയാണ് അവർ കൊണ്ടുപോകുന്നത്. വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാതെ അവിടെ രക്ഷിക്ക്. അതിനവര് പറയും, ഞങ്ങളെ കൊണ്ടാവില്ല, ഞങ്ങളുടെ മാസ്റ്റർ നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ അവരെ ശപിച്ച് അവരെ കൊണ്ട് രക്തം ഛർദ്ദിപ്പിച്ച് അവരെ ഇല്ലാതാക്കണം. ബ്രൂക്ക് ആണെങ്കിൽ വീണ്ടും വണ്ടറടിക്കും. അവരാണെങ്കിൽ വീണ്ടും ഇപ്പൊ ബ്രൂക്കിനെ നോക്കി, സാത്താൻ സാർ പ്ലീസ് അവരെ വിടരുത്, അവരെ ശപിച്ചു കൊല്ല്. ഉടനെ ബ്രൂക്ക് പറയും, എനിക്കിപ്പോ നിങ്ങൾക്ക് നേരെ മുഖം ധരിക്കാനായിട്ട് തോന്നുന്നില്ല, എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയും. ട്രൈബ്സിനാണെങ്കിൽ ആ വാക്ക് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷം. അതിനുശേഷം അവനാണെങ്കിൽ ഒരു മ്യൂസിക് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ജിംബയെ കാണിക്കും. ജിംബയാണെങ്കിൽ ആ കപ്പലിനെ സ്പീഡ് ചെക്ക് ചെയ്യും. അതിപ്പോ വളരെ കുറവാണ്. അക്കടയിൽ ടെൻഷനായിട്ട് പറയും, നമ്മൾ ഇങ്ങനെ പോവാണെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അവിടെ എത്തും. ഇതിനുള്ളിൽ അവർ എയ്സിനെ കൊന്നിട്ടുണ്ടാവും. എന്റെ ലക്ഷ്യം ആ വൈറ്റ് ബിയർഡാണ്, അവനെ എനിക്ക് കൊല്ലണമെന്ന് പറയും. അത് കേട്ട് ഇപ്പൊ ജിംബയ്ക്ക് ടെൻഷനാവും. ഉടനെ ക്രൊക്കഡൈലും ജിംബയും അവർ രണ്ടുപേരും പരസ്പരം അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. അവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഇപ്പൊ ലൂഫി അവന്റെ കൈ ആഞ്ഞടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എയ്സ് അവനാണെങ്കിൽ എക്സിക്യൂഷന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.